ഏത് ഒന്നാം കൃതി ബഹുപദത്തിന്റെയും ചിത്രരൂപം ഒരു നേർവരയായിരിക്കും എന്ന് നാം കണ്ടു. ഒരു വര വരക്കാൻ രണ്ട് ബിന്ദുക്കൾ മതിയാകുമല്ലോ. എക്സ് ആയി ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുത്തുകൊണ്ട് ഈ രണ്ട് ബിന്ദുക്കൾ കണ്ടെത്താം. ഉദാഹരണമായി പി ഓഫ് എക്സ് സമം എക്സ് പ്ലസ് 1 എന്ന ബഹുപദം നോക്കാം. എക്സ് 0 ആവുമ്പോൾ പി ഓഫ് എക്സ് 1 ആയിരിക്കും. അപ്പോൾ വിലങ്ങനെയുള്ള വരയിലെ 0-ൽ നിന്ന് ഒരു യൂണിറ്റ് ലംബത്തിൽ ഒന്നാമത്തെ ബിന്ദു അടയാളപ്പെടുത്താം. എക്സ് 1 ആവുമ്പോൾ പി ഓഫ് എക്സ് 2 ആണ്. വിലങ്ങനെയുള്ള വരയിലെ 1-ൽ നിന്ന് 2 യൂണിറ്റ് ലംബ ദൂരത്തിൽ രണ്ടാമത്തെ ബിന്ദു അടയാളപ്പെടുത്താം. ഈ അകലം 2 യൂണിറ്റ് ആണ്. ഇതിലൂടെ വിലങ്ങനെയുള്ള വരക്ക് സമാന്തരമായി ഒരു വര വരക്കാം. ഈ വരയിലെ ഓരോ ബിന്ദുവും വിലങ്ങനെയുള്ള വരയിൽ നിന്ന് 2 യൂണിറ്റ് ലംബ ദൂരത്തിലാണ്. ഇനി വിലങ്ങനെയുള്ള വരയിലെ 1-ൽ നിന്ന് ഒരു ലംബം വരക്കാം. ഇത് 2 യൂണിറ്റ് ലംബ ദൂരമാണ്. അതിനാൽ ഇവ രണ്ടും ചേരുന്ന ബിന്ദുവാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ബിന്ദു. ഈ രണ്ട് ബിന്ദുക്കളെയും ചേർത്തൊരു വര വരച്ചാൽ പി ഓഫ് എക്സ് സമം എക്സ് പ്ലസ് 1 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപം കിട്ടും. ഇനി ചിത്രരൂപത്തിൽ നിന്ന് ബഹുപദം കണ്ടെത്തുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒരു ബഹുപദത്തിന്റെ ചിത്രരൂപം തന്നിട്ടുണ്ട്. ബഹുപദം പി ഓഫ് എക്സ് സമം എ എക്സ് പ്ലസ് ബി ആണെന്ന് കരുതാം. പി ഓഫ് 0 എന്നത് വിലങ്ങനെയുള്ള വരയിലെ 0-ൽ നിന്ന് ഈ വരയിലേക്കുള്ള ലംബ ദൂരമാണ്. അതൊന്നാണ്. അതായത് പി ഓഫ് 0 എന്നത് 1 ആണ്. അതായത് പി ഓഫ് എക്സിൽ എക്സിന് 0 നൽകിയാൽ 1 എന്ന് കിട്ടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എ ഗുണിക്കണം 0 പ്ലസ് ബി സമം 1 ആണ്. അഥവാ ബി സമം 1 എന്ന് കിട്ടും. ഇതുപോലെ പി ഓഫ് 1 എന്നത് 1-ൽ നിന്ന് ഈ വരയിലേക്കുള്ള ലംബ ദൂരമാണ്. അത് 4 ആണ്. എക്സിന് 1 എന്ന് നൽകിയാൽ എ ഗുണിക്കണം 1 പ്ലസ് ബി സമം 4 എന്ന് കിട്ടും. അതായത് എ പ്ലസ് ബി സമം 4 ആണ്. എ പ്ലസ് ബി സമം 4 ആണ്. ബി 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിനാൽ എയുടെ വില 3 ആയിരിക്കും. ഈ വിലകൾ നൽകിയാൽ പി ഓഫ് എക്സ് സമം 3x പ്ലസ് 1 എന്ന് കിട്ടും. ഇതുപോലെ ഒരു ബഹുപദത്തിന്റെ ചിത്രരൂപം വരക്കാനും തിരിച്ച് ഒരു ബഹുപദത്തിന്റെ ചിത്രരൂപം കിട്ടിയാൽ അതിൽ നിന്നും ബഹുപദത്തെ കണ്ടെത്താനും കഴിയുമല്ലോ.